1990-കൾ മുതൽ എണ്ണമറ്റ ചിത്രങ്ങളിൽ സംഗീതജ്ഞൻ AR റഹ്മാന്റെ ഗാനങ്ങൾക്ക് ശബ്ദം നൽകിയ ആളാണ് സോനു നിഗം. 3 പതിറ്റാണ്ട് നീണ്ട ഇരുവരുടെയും കൂട്ടുകെട്ടിൽ എണ്ണമറ്റ ഹിറ്റുകളാണ് ബോളിവുഡിലും തമിഴിലുമെല്ലാമായി പിറന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളായി ബോളിവുഡ് സൂപ്പർ ഹിറ്റ് ഗായകൻ റഹ്മാനെ വിമർശിക്കുന്ന തരത്തിൽ വിവാദം പുകയുകയാണ്. റഹ്മാൻ നല്ല ഗായകനല്ലെന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ മോശമാണെന്നും സോനു നിഗം വിമർശിച്ചെന്നാണ് ആക്ഷേപം. O2 ഇന്ത്യ തയ്യാറാക്കിയ AR റഹ്മാനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിലാണ് സോനു നിഗം മനസ്സ് തുറന്നത്. റഹ്മാൻ പരിശീലനം ലഭിച്ച മികച്ച ഗായകനല്ലെന്ന് സോനു അഭിപ്രായപ്പെട്ടതാണ് റഹ്മാൻ ആരാധകരെ ചൊടിപ്പിച്ചത്. എന്നാൽ മികച്ച സംഗീതജ്ഞനും മനോഹര ശബ്ദത്തിനുടമയുമാണ് റഹ്മാൻ എന്ന് പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട് സോനു. റഹ്മാൻ അത്ര ട്രെയിനിങ് ലഭിച്ച ഗായകനല്ല, അത് അദ്ദേഹത്തിന് തന്നെ നന്നായി അറിയാം. റഹ്മാന്റെ ശബ്ദം സുന്ദരമാണ്, എന്നാൽ താൻ വലിയ ഗായകനാണെന്ന് ഒരിക്കലും അദ്ദേഹം പറയാറില്ല. സ്വന്തം ശബ്ദത്തിന്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് അദ്ദേഹത്തിന് തികഞ്ഞ ബോധ്യവുമുണ്ട്. ശബ്ദം വളരെ മനോഹരമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം, എന്നാൽ താൻ മികച്ചൊരു പാട്ടുകാരനാണെന്ന് അദ്ദേഹം ഒരിക്കലും അവകാശപ്പെടാറില്ല. റഹ്മാൻ മഹാനായ സംഗീതജ്ഞനാണെന്നതിൽ സംശയമില്ല. മികച്ച സംഗീതജ്ഞനായതുകൊണ്ട് ശബ്ദത്തിന് അത്ര തികവുണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ ശബ്ദം എത്ര മികച്ചതായാലും സ്വരം നന്നായില്ലെങ്കിൽ എന്ത് കാര്യം? റഹ്മാന്റെ ശബ്ദം അത്ര മികച്ചതല്ലെങ്കിലും സ്വരം നല്ലതാണ്. ഒന്നുമില്ലെങ്കിലും AR റഹ്മാൻ ആണല്ലോ അദ്ദേഹം. റഹ്മാന്റെ സ്വരം അസാധാരണവും വേറിട്ടതുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പാടുമ്പോഴെല്ലാം വേറിട്ട് നിൽക്കുന്നത്. ആദ്യമൊക്കെ അദ്ദേഹത്തിന്റെ ശബ്ദം പുറത്തു വന്നപ്പോൾ ഏറെ വ്യത്യസ്തമായാണ് അനുഭവപ്പെട്ടത്. മനോഹരവും അനന്യവുമാണത്. ഫാസ്റ്റ് നമ്പറും സൂഫി ഗാനങ്ങളും എല്ലാം വഴങ്ങും അദ്ദേഹത്തിന്. ശബ്ദത്തിന്റെ റേഞ്ച് അസാമാന്യമാണ്. ഹൈപ്പിച്ചുള്ള പാട്ടുകൾ ഏറെ പാടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഈ വേറിട്ട ടോൺ കാരണമാണ് ആളുകൾ റഹ്മാന്റെ പാട്ടുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നത്, സോനു പറയുന്നു. എല്ലാം സ്വന്തമായി ചെയ്യണമെന്ന ദുർവാശിക്കാരനല്ല റഹ്മാനെന്നും സോനു അഭിപ്രായപ്പെടുന്നുണ്ട്. ജോധ അക്ബറിൽ പാടിയ പാട്ട് ഉദാഹരണമായി കാണിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ചിത്രത്തിലെ ഇൻ ലംഹോക്കി ദാമേമേ എന്ന പാട്ടിലെ ഒരു ഭാഗം താനാണ് കമ്പോസ് ചെയ്തതെന്നും അതിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നും സോനു പറയുന്നു. സൽമാൻ ഖാൻ ചിത്രം യുവരാജിലെ റഹ്മാന്റെ സംഗീതം വളരെ മോശമാണെന്ന് നേരത്തെ സോനു വിമർശിച്ചിരുന്നു. ചിത്രത്തിൽ താൻ പാടിയ ഷാനോ ഷാനോ എന്ന ഗാനത്തിനുൾപ്പെടെ ശരാശരി നിലവാരമേ ഉള്ളൂവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങുകയോ സൗഹൃദത്തിലാവുകയോ ചെയ്യുന്നയാളല്ല റഹ്മാൻ എന്നാണ് സോനു ചൂണ്ടിക്കാട്ടിയത്. സ്റ്റുഡിയോയിലും ഷോകളിലും എവിടെയായാലും മറ്റുള്ളവരോട് റഹ്മാൻ അധികം സംസാരിച്ചിരിക്കുന്നത് കാണാനാകില്ല. വളരെ പരിമിതമായ ഒരു സൗഹൃദ വലയം സൂക്ഷിക്കുന്നയാളാണ് റഹ്മാൻ. അവരോട് മാത്രമാകും അദ്ദേഹം കൂടുതൽ തുറന്നു സംസാരിക്കുന്നതെന്നും സോനു അഭിപ്രായപ്പെട്ടിരുന്നു. സോനു നിഗത്തിന് റഹ്മാനോടുള്ള കുശുമ്പ് കാരണമാണ് ഇങ്ങനെ നിരന്തര വിമർശനം ഉയർത്തുന്നതെന്നായിരുന്നു ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറ്റപ്പെടുത്തിയത്. 1990-കളിലാണ് സോനു നിഗം റഹ്മാന് വേണ്ടി ആദ്യമായി പാടുന്നത്. ഇതിനുശേഷം എണ്ണമറ്റ ഗാനങ്ങളിൽ ഇരുവരും ഒന്നിച്ചു. താലിലെ ഇഷ്ക് ബിന, ദിൽസയിലെ സത്രംഗി റേ, വാട്ടറിലെ ആയോ റേ സാഖി, പുക്കാറിലെ കിസ്മത് സേത്തും ഇതിൽ ചിലതു മാത്രം.